ഗുരുവായൂരപ്പ ശരണനാരായണ ശ്രീ തിരുമകത്ത ദേവരേ ശരണം. ശ്രീമന്നാരായണീയം ദശകം 19 4 ശ്ലോകങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പ്രചേതസ്സുകളുടെ കഥയാണ് പറഞ്ഞു വരുന്നത്. അതിൽ 4 ശ്ലോകം പറഞ്ഞു. അവർ തപസ് ചെയ്തു എന്ന് പറഞ്ഞതാണ്. ഇനി 5-ാമത്തെ ശ്ലോകം. തപോഭിരേഷാമതിമാത്രവർദ്ധിതൈ സയജ്ഞഹിംസാ നിരതോപി പാവിത പിതാപി തേഷാം ഗൃഹയാത നാരദ പ്രദർശിതാത്മാ ഭവതാത്മതാം യയോ യേഷാം അതിമാത്രവർദ്ധിതൈ. ഈ പ്രചേതസ്സുകളുടെ വളരെയധികം വർദ്ധിച്ചു വന്നതായിട്ടുള്ള തപോഭിഹി, തപസ്സിൻ്റെ കാഠിന്യം മൂലം, യജ്ഞ ഹിംസ നിരതഃ അപി, യജ്ഞത്തിലെ ഹിംസയിൽ നിരതനാണ് എങ്കിലും സഹ തേഷാം, അപ്രകാരമുള്ള അവരുടെ പിതാ അഭി, ഈ പ്രാചീന ബർഹിസും പ്രചേതസ്സുകളുടെ അച്ഛനായിട്ടുള്ള പ്രാചേതസ ബർഹിസും ഈ യാഗം ചെയ്യുമ്പോൾ ഓരോ കുതിരയെ കൊല്ലണം, അല്ലെങ്കിൽ പശുഹിംസ വരും. അപ്പോൾ ആ പശുഹിംസ ചെയ്യുന്നുണ്ട് എങ്കിലും അവരുടെ അച്ഛനും ഇതേപോലെ നാരദൻ ചെന്ന് പറഞ്ഞ് പാവിതഃ, ശുദ്ധനായിത്തീർന്നു, പരിശുദ്ധനായിത്തീർന്നു. ഗൃഹയാത നാരദ പ്രദർശിതാത്മ, അതാണ് ഗൃഹത്തിലെത്തിയത്. ഗൃഹയാത, ഗൃഹത്തിലേക്ക് ചെന്ന, ഗൃഹത്തിലേക്ക് പോയതായിട്ടുള്ള ഗൃഹയാത നാരദ, നാരദനാൽ പ്രദർശിത, കാണിച്ചു കൊടുത്തതായിട്ടുള്ള ഈ പ്രാചീന ബർഹിസിനാൽ യാഗസമയത്ത് വധിച്ചതായിട്ടുള്ള പശുക്കൾ മുഴുവൻ ഈ പ്രാചീന ബർഹിസിനെ വധിക്കാൻ വേണ്ടിയിട്ട്, മരിച്ച് സ്വർഗത്തിലേക്ക് പോണ സമയത്ത് കുത്തി കൊല്ലാൻ വേണ്ടിയിട്ട് കൂർത്തുമുർത്തുള്ള കൊമ്പുകളെ കത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ വരട്ടെ അപ്പം കാണിച്ചു കൊടുക്കാം എന്ന നിലയ്ക്ക് പകയോട് കൂടിയിട്ട് നിൽക്കണു എന്ന് നാരദൻ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പുരഞ്ജനോപാഖ്യാനം എന്നുള്ള അതിവിസ്തൃതമായിട്ടുള്ള ആത്മതത്വോപദേശം ഒക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ നാരദ പ്രദർശിത ആത്മാ, നാരദനാൽ കാണിച്ചു കൊടുക്കപ്പെട്ടതായിട്ടുള്ള ആത്മസ്വരൂപത്തെ, ആത്മതത്വ നിരീക്ഷണത്തെ, ഭവത് ആത്മതാം യയോ, അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ, ഈ ഉപദേശം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ തന്നെ സ്വരൂപത്തോടു കൂടിയിട്ട് സാരൂപ്യമുക്തി നേടിയിട്ട് ഈ പ്രാചീന ബർഹിസും ഭഗവാന്റെ ലോകത്തിലെത്തി, വൈകുണ്ഠത്തിലെത്തി എന്ന് സാരത്തോടെ തപോഭിരേഷാം അതിമാത്രവർദ്ധിതൈ സയജ്ഞഹിംസാ നിരതോപി പാവിത പിതാപി തേഷാം ഗൃഹയാത നാരദ പ്രദർശിതാത്മാ ഭവതാത്മതാം യയൗ. അന്വയം. യേഷാം അതിമാത്രവർദ്ധിതൈഃ തപോഭിഃ യജ്ഞഹിംസാനിരതഃ അപി സഹ തേഷാം പിതാ അപി പാവിതഃ ഗൃഹയാത നാരദ പ്രദർശിതാത്മാ ഭവതാത്മതാം യയൗ എന്ന് അന്വയം. ഇനി അതിൻ്റെ പദച്ഛേദം. തപോഭിഃ യേഷാം അതിമാത്രവർദ്ധിതൈഃ സഹ യജ്ഞഹിംസാനിരതഃ യജ്ഞഹിംസാനിരതഃ അപി പാവിതഃ പിതാ അപി തേഷാം ഗൃഹയാത നാരദ പ്രദർശിത ആത്മാ ഭവത ആത്മതാം യയൗ. യേഷാം, ഈ പ്രചേതസ്സുകളുടെ 10 പേര് ഒരുപോലെയുള്ള പ്രചേതസ്സുകളുടെ അതിമാത്രവർദ്ധിതൈഹി, നന്നായിട്ട് തന്നെ വർദ്ധിക്കപ്പെട്ടതായിട്ടുള്ള തപോഭിഹി, തപസ് തുടങ്ങിയവയാൽ. തപസ്സിൽ കുറേ കാര്യങ്ങളുണ്ട്, എല്ലാ തപസ്സും ഒരേപോലെയല്ല, അതുകൊണ്ടാണ് തപോഭിഹി. സകാമ തപസ്സുണ്ട്, നിഷ്കാമ തപസ്സുണ്ട്. അതേപോലെ അന്യരെ ദ്രോഹിക്കുക എന്ന രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് തപസ്സുണ്ട്. സാത്വികത മാത്രം ചിന്തിക്കുന്നതായിട്ട് തപസ്സുണ്ട്. കാര്യസാധ്യം, അതിനു വേണ്ടിയിട്ട് തപസ്സുണ്ട്. ഇവിടെ കുറച്ചൊരു ഭഗവാന്റെ ആജ്ഞയെ പാലിക്കുക, അച്ഛൻ പറഞ്ഞ കാര്യത്തെ ചെയ്യുക, ലോകഹിതത്തിന് വേണ്ടിയിട്ട് വിവാഹം കഴിക്കുക, സൃഷ്ടി വർദ്ധിപ്പിക്കുക, പിന്നെ രാജ്യം ഭരിക്കുക, ഇതൊക്കെ സ്വന്തം താല്പര്യമാണോ ചോദിച്ചാൽ അല്ല. ഇപ്പോൾ സാത്വിക ഭാവമുണ്ട്, രജോ ഗുണം കുറച്ചുമുണ്ട്. ഇങ്ങനെ ഒരു ഭാവത്തിലാണ് പ്രചേതസ്സുകളുടെ തപസ്. ആ തപസ്സിൻ്റെ ഫലം അത് അച്ഛൻ്റെ തപസ്സിനോടും കൂട്ടിച്ചേർക്കുമ്പോൾ, അച്ഛൻ ചെയ്ത തപസ് കർമ്മഠത്വം എന്ന നിലയ്ക്ക് യാഗം ചെയ്യുക, യാഗം ചെയ്യുക, യാഗം ചെയ്യുക, ഇങ്ങനെയാണ്. അപ്പോൾ അതിൽ പശുഹിംസ വന്നു. ആ പശുഹിംസ
യജ്ഞ ഹിംസ നിരതഃ അഭി, യജ്ഞത്തിലെ ഹിംസ കൊണ്ട്, അത് തുടർച്ചയായിട്ട് ചെയ്തു വന്നതുകൊണ്ട്, സഹ തേഷാം അവർക്ക് കുറച്ചൊരു എന്ത് വന്നു, ഒരു പാപം കുറച്ച് വന്നു എന്ന് സംശയം. ആ പാപത്തെ സൂചിപ്പിച്ചതാണ് അഭി എന്നുള്ളൊരു വാക്കുകൊണ്ട്. അങ്ങനെയാണെങ്കിലും ഈ യജ്ഞ സമയത്ത് വധിക്കപ്പെട്ടതായിട്ടുള്ള ആ പശുക്കള് ഈ യജ്ഞം ചെയ്തതായിട്ടുള്ള പ്രാചീന ബർഹിസ് തൻ്റെ ശരീരം ഉപേക്ഷിച്ച് ആ ജീവൻ പോകുന്ന വഴിക്ക്, സ്വർഗത്തിലേക്ക് പോകുന്ന വഴിക്ക് പക വീട്ടാൻ വേണ്ടിയിട്ട് കൊമ്പ്, മൂർച്ചയുള്ള കൊമ്പ് കാണിച്ചുകൊണ്ട് കുലുക്കിക്കൊണ്ട് നിൽക്കുക. അത് നാരദൻ ചെന്നിട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ പേടിച്ചുപോയി. അപ്പോൾ അതേവരെ ചെയ്തതായിട്ടുള്ള എല്ലാ യാഗങ്ങളും ഭഗവത് അർപ്പിതമാക്കിയിട്ട് മാറ്റാൻ സാധിച്ചു ഗുരുവിൻ്റെ ഒരു സാന്നിധ്യം കൊണ്ട്. അതാണ് ഗുരുവിൻ്റെ പ്രാധാന്യമാണ് നാരദനിലൂടെ അവിടെ പറയുന്നത്. പിന്നെ ഗുരു വന്ന് പറഞ്ഞതോ ആത്മതത്വ ഉപദേശമാണ്. ജീവഗതിയെ ആണ് പുരഞ്ജനോപാഖ്യാനം കൊണ്ട് പറഞ്ഞത്. ജീവൻ വിശേഷ ബുദ്ധിയായിട്ടുള്ള മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് ആ ബുദ്ധിയെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ വരുന്നതായിട്ടുള്ള ദോഷത്തെ കാണിച്ചു കൊടുത്തു. ഇന്ദ്രിയങ്ങൾക്ക് അടിമയാവരുത്, ഇന്ദ്രിയങ്ങളെ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് കീഴിലാക്കണം, ഭഗവത് ഉന്മുഖമാക്കി തീർക്കണം എല്ലാ ഇന്ദ്രിയങ്ങളെയും എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ ഭഗവാനെ മറക്കരുത് എന്ന് ഒടുക്കം ഹംസ സംഘം. അങ്ങനെ പുരഞ്ജനോപാഖ്യാനം പറഞ്ഞു കൊടുത്തപ്പോൾ തേഷാം പിതാ അഭി, ഈ പ്രാചേതസ്സുകളുടെ പിതാവായിട്ടുള്ള പ്രാചീന ബർഹിസും നാരദനാൽ പാവിതഹ, നാരദൻ്റെ ഉപദേശം കൊണ്ട് മുക്തനായി തീർന്നു, ശുദ്ധനായി തീർന്നു. ഗൃഹയാത നാരദ പ്രദർശിതാത്മ, എങ്ങനെയാണ് ശുദ്ധനായത്? ഈ നാരദൻ ചെന്നിട്ട് ഈ ആത്മതത്വോപദേശം കൊടുത്തപ്പോഴാണ്, മഹാദേവൻ തത്വം കൊടുത്തപ്പോഴാണ്, മന്ത്രം ഉപദേശിച്ച് കൊടുത്തപ്പോഴാണ് തപസ് ചെയ്യാറായത്, പ്രചേതസ്സുകൾക്ക് ഭഗവാനെ കാണാൻ സാധിച്ചത്. അതേപോലെ തന്നെ നാരദൻ്റെ സഹായം കൊണ്ടാണ് ഈ പ്രാചീന ബർഹിസിന് മുക്തി കിട്ടിയത്. ഭവത് ആത്മതാം യയൗ, അങ്ങയുടെ സ്വരൂപത്തോടു കൂടിയതായിട്ട് തീർന്നു ഈ പ്രാചീന ബർഹിസ്. അപ്പം അതൊരു വലിയ ഭാഗ്യമാണ് ഗുരുവിനെ കിട്ടുക. സമയാസമയങ്ങളിൽ നമുക്ക് വേണ്ട ഉപദേശത്തെ തരാനുള്ള ആ ഒരു അർഹത നേടണമെങ്കിൽ സ്ഥിരമായിട്ട് ഈ കർമ്മങ്ങൾ ചെയ്യുക തന്നെ വേണം. കർമ്മവും ഫലവും ഭഗവാന് സമർപ്പിക്കുകയും വേണം. അപ്പം മാത്രമേ അത് കിട്ടുള്ളൂ. കർമ്മഫല സമർപ്പണം എന്നുള്ളത് നാം സമ്പാദിക്കുന്നത് മുഴുവൻ ഈ ലോകത്തിന് വേണ്ടിയിട്ട് ഭാഗിച്ചു കൊടുക്കുക. അത് ആർക്കായാലും വേണ്ടില്ല. ബന്ധുക്കൾക്കാവാം, സതീർത്ഥ്യർക്കാവാം, അന്യന്മാർക്കാവാം, സ്ത്രീകൾക്കാവാം, വേദന അനുഭവിക്കുന്ന ദീനന്മാർക്കാവാം, മഹാബ്രാഹ്മണർക്കാവാം, ക്ഷേത്രങ്ങൾക്കാവാം. അപ്പോൾ ലോകഹിതത്തിന് വേണ്ടിയിട്ട് ചെയ്യുക, അത്രേ വേണ്ടൂ. തപോഭിരേഷാം അതിമാത്രവർദ്ധിതൈ സ യജ്ഞഹിംസ നിരതോപി പാവിത പിതാപിതേഷാം ഗൃഹയാത നാരദ പ്രദർശിതാത്മാ ഭവദാത്മതാം യയൗ. ഇനി 6ാമത്തെ ശ്ലോകം. കൃപാബലേനൈവ തത പ്രചേതസാം പ്രകാശമാഗ പദകേന്ദ്രവാഹന വിരാജിചക്രാദിവരായുധാംശുഭി ഭുജാഭിരഷ്ടാഭിരുദഞ്ജിതദ്യുതി. പദകേന്ദ്രവാഹന, പതകത്തിൻ്റെ ഇന്ദ്രൻ, പറക്കുന്നവരിൽ ഇന്ദ്രസ്ഥാനമുള്ളത് ഗരുഡന്. അപ്പോൾ ആ ഗരുഡനെ വാഹനമാക്കിയവൻ ഭഗവാൻ മഹാവിഷ്ണു. പതകം എന്ന് പറഞ്ഞാൽ പറക്കുന്നത്. ആ പതക ഇന്ദ്രൻ, അതിൽ ഇന്ദ്രസ്ഥാനാണ്, അതിലെ മുഖ്യസ്ഥാനമാണ് ഗരുഡന്. ആ ഗരുഡനെ വാഹനമാക്കിയത് പതകേന്ദ്ര വാഹന വിരാജി ചക്രാദി വരായുധ അംശുഭി. വിരാജിക്കുക, വിളങ്ങുക, എല്ലാ അർത്ഥത്തിലും എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടുക, പ്രകാശമാനം ആക്കുക, പ്രകാശം സ്വയമേവ മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുക. അങ്ങനെയുള്ള ചക്രാദി വരായുധ അംശുഭി, ഇങ്ങനെ ശോഭിക്കുന്നതായിട്ടുള്ള ഭഗവാൻ ചക്രം, ശംഖ്, ചക്ര, ഗദ, പത്മം തുടങ്ങിയ അതിശ്രേഷ്ഠങ്ങളായിട്ടുള്ള ആഭരണങ്ങൾ, ആയുധങ്ങൾ, കയ്യിൽ വയ്ക്കുമ്പോൾ ആയുധങ്ങൾ, ദേഹത്ത് അണിയുമ്പോൾ ആഭരണങ്ങൾ, എത്ര വ്യത്യാസമുള്ളൂ. സ്വതേ ഈ ആയുധങ്ങളൊക്കെ ആഭരണങ്ങളാണ്, അലങ്കാരങ്ങളാണ് എന്ന് സാരം. അപ്പം നമ്മൾ ശംഖചക്ര ഗദാപത്മം എന്ന് പറയുമ്പോൾ അതിനെ
ചക്രത്തെ ആയുധമാക്കിയിട്ടും ഗദയെ ആയുധമാക്കിയിട്ടും ശംഖിനെയും പത്മത്തെയും മറ്റെന്തോ എന്ന നിലയ്ക്കും അങ്ങനെയല്ല. ഇതെല്ലാം ആയുധങ്ങളാണ്. ചക്രം എന്നുള്ളത് കാലചക്രമാണ്. അത് കാലത്താൽ വരുന്നതായിട്ടുള്ള ദോഷങ്ങളെ മുഴുവൻ തീർക്കാൻ ഈ ചക്രായുധം കൊണ്ട് സാധിക്കും. നമ്മൾ അതാത് കാലത്ത് ചെയ്യുന്നതായിട്ടുള്ള അറിയാതെ കണ്ടും പിന്നെ സാന്ദർഭികമായിട്ടൊക്കെ ചെയ്ത് കമ്പല്ലിങ് വരും പാപങ്ങളെ. ആ പാപങ്ങളിൽ നിന്ന് മുഴുവൻ ഈ ചക്രത്തെ സ്മരിക്കുന്നത് കൊണ്ട് കാലദോഷം കൊണ്ടുവരുന്നതായിട്ടുള്ള എല്ലാം തീർന്നു കിട്ടും. ജ്ഞാനത്തേക്ക് തരും പാഞ്ചജന്യം എന്ന ശംഖ്. ഇരിക്കുന്ന സ്ഥലം സുഖമാക്കി തരും പത്മം എന്ന താമര. സംഘദോഷം കൊണ്ടുള്ള എല്ലാ തിന്മയും ഇല്ലാണ്ടാക്കി തരും ശത്രുദോഷത്തെ തീർക്കുന്നതായിട്ടുള്ള ഗദ. കൗമോദകി നന്നായിട്ട് തന്നെ സുഖത്തെ പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന സച്ചിദാനന്ദം തരും. ശത്രുത ഇല്ലാതെ പിന്നെ സച്ചിദാനന്ദം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ആഭരണങ്ങളാണ്. ആയുധങ്ങളാണെങ്കിലും അതെല്ലാം അലങ്കാരങ്ങളാണ് എന്ന് സാരം. ഇനി അത് പ്രയോഗിക്കുമ്പോഴോ അപ്പോൾ ആയുധങ്ങളായിട്ട് മാറുകയും ചെയ്യും. ഈ 4 കയ്യ് 8 കയ്യാവും, 8 കയ്യ് ആയിരക്കണക്കിന് കയ്യാവും. അങ്ങനെയൊക്കെയാണ് ഭഗവാന്റെ ആ കൈകളെ പറ്റിയിട്ട് പറയാറ്. സഹസ്രപുരുഷ, സഹസ്രവദനൻ, സഹസ്രശീർഷൻ, സഹസ്രപാദൻ, സഹസ്രബാഹു എല്ലാം അങ്ങനെയാണ്. സഹസ്രനേത്രൻ. അപ്പം അങ്ങനെയുള്ള ആ ഭഗവാൻ പദകേന്ദ്രവാഹനനായിട്ട് വിരാജി ചക്രാദി വരായുധ അംശുഭി ആണ്. അഭയവരുതങ്ങളെ കൊടുക്കുന്നതായിട്ടുള്ള ഭഗവാനാണ്. ശംഖുചക്ര ഗദാപത്മങ്ങളും അഭയവരതവും, പിന്നെ ശാർങ്കം എന്ന വില്ലും ഒപ്പം അമ്പുകളും, വാളും പരിചയും. ഇപ്പോൾ വാള് പരിച ഒരു കയ്യിൽ പിടിക്കുക, ഭഗവാനൊക്കെ പറ്റും കേട്ടോ, നമുക്കേ പറ്റാത്തുള്ളൂ. നമുക്ക് വാള് ഒരു കയ്യിൽ, പരിച വേറെ കയ്യിൽ, പാശം വേറെ കയ്യിൽ, തോട്ടി വേറെ കയ്യിൽ, അങ്കുശം പാശാങ്കുശം എന്ന് പറയാം. അപ്പോൾ കയറും തോട്ടി, അതേപോലെ തന്നെ അമ്പും വില്ലും വേറെ വേറെ, അഭയം വരദം വേറെ വേറെ. അപ്പം ഇതിനൊക്കെ എത്രയാ ശക്തി ചോദിച്ചാലും ശരി, അത്രയും കൂടുതലുണ്ട്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ഈ കൈകളിൽ വിരാജി ചക്രാദി വരായുധ അംശുഭി അഷ്ടാഭി ഭുജാഭി 8 കൈകൾ നിമിത്തം. അതാണ് ഇവിടെ സാധാരണഗതിയിൽ ഈ പാഞ്ചജന്യം എന്ന ശംഖ, സുദർശനം എന്ന ചക്രം, കൗമോദകി എന്ന ഗദ, നന്ദകം എന്ന വാള്, ശാർഗം എന്ന വില്ല്. അപ്പോൾ ശംഖ്, ചക്രം, ഗദ, വാള്, വില്ല്, പത്മം, പിന്നെ അമ്പും പരിചി. അപ്പോൾ 8 കൈകളായി. അല്ലെങ്കിൽ അഭയം വരുത്. അപ്പോൾ 8 കൈകളായി. അങ്ങനെ 8 കൈകളോട് 8 കൈകളെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണം എന്നുള്ള അവസ്ഥയിലാണ്. എന്നാൽ ശംഖുചക്ര ഗദാപത്മഹസ്ത 4 ചതുർബാഹുവായിട്ട് ഞാൻ പൂർണ്ണമല്ലേ? അല്ലായിട്ടല്ല, എങ്കിലും 8 കൈകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണതയാണ്. അപ്പോൾ പ്രചേതസ്സുകൾക്ക് പൂർണ്ണനായിട്ടാണ് ഭഗവാൻ ദർശനം കൊടുത്തത്. അങ്ങനെ ചില സന്ദർഭങ്ങളിലുണ്ട്. കംസന് നന്ദജ 8 കൈകളോട് കൂടിയിട്ടാണ് ദർശനം കൊടുത്തത്. 18 കൈകളോട് കൂടിയിട്ടാണ് മഹിഷാസുരന് ലക്ഷ്മി ദർശനം കൊടുത്തത്. 10 കൈകളോട് കൂടിയിട്ടാണ് ഭദ്രകാളി ദർശനം കൊടുത്തത് വിഷ്ണുവിന്. അങ്ങനെ ദർശനം കൊടുക്കുമ്പോൾ കൈകളുടെ എണ്ണത്തിനൊക്കെ പ്രാധാന്യങ്ങളുണ്ട്. അതൊക്കെ അതിൻ്റെ ചില കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി. അപ്പോൾ ഇവിടെ 8 കൈകളോട് കൂടിയിട്ട് അഷ്ടാഭിഹി ഭുജാഭിഹി ഉദഞ്ചിത ദ്യുതി. നേരത്തെ പറഞ്ഞു ഇത് ശോഭിക്കുന്നതായിട്ടുള്ളത് വളരെയധികം വിരാജി ഭാവമാണ്. ഉദഞ്ചിത ദ്യുതി, സൂര്യനെ പോലെ പ്രഭയും ശോഭയും പ്രകാശവും ഊർജവും എല്ലാം തരിക. ചൂട് എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ തരിക. അവിടെ താപം ഇല്ലാണ്ടാക്കുകയും ചെയ്യും. അങ്ങനെയാണ്. കൃപാബലേനായവ, കാരുണ്യത്തോടു കൂടിയിട്ട്, കൃപയോട് കൂടിയിട്ട്, രക്ഷിക്കുക എന്ന ഈക്ഷണത്തോടു കൂടിയിട്ട്, നോക്കുക എന്ന ഭാവത്തിൽ, സംരക്ഷിക്കുക, പാലകൻ
അങ്ങനെ പ്രചേതസാം പൂതഃ പ്രകാശഃ പ്രചേതസാം പുരഃ പ്രകാശം ആഗാഹ. പ്രചേതസാം ഈ പ്രചേതസ്സുകളുടെ പുരഃ മുമ്പിൽ, പ്രകാശം ആഗാഹ പ്രകാശത്തെ മുന്നിലേക്ക് കൊണ്ടുവന്നു. പ്രകാശത്തെ കാണാറായി, മുമ്പിൽ പ്രകാശത്തെ വന്നു, പ്രകാശം വന്നു എന്ന് പറയുമ്പോൾ ഭഗവാൻ പ്രകാശരൂപനായിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. കൃപാബലേനൈവ തഥാ പ്രചേതസാം പ്രകാശമാഗ പദകേന്ദ്രവാഹന വിരാജി ചക്രാദിവരായുധാംശുഭി ഭുജാഭിരഷ്ടാഭിരുദഞ്ചിതദ്യുതി. പദകേന്ദ്രവാഹനനായിട്ടുള്ള ഭഗവാൻ വിരാജി ചക്രാദിവരായുധാംശുഭി, ശംഖുചക്ര ഗദാപത്മങ്ങളും അഭയവരതങ്ങളും വില്ലും, ശാർങ്ങം എന്ന വില്ലും നന്ദകം എന്ന വാളും, നന്ദകം വിദ്യാധരം 2 പേരുണ്ട് ഭഗവാന്റെ വാളിന്. അങ്ങനെയുള്ള 8 കൈകളോട് കൂടിയിട്ട് ഭഗവാൻ പ്രത്യക്ഷനായി. അഷ്ടാഭിഹി ഭുജാഭിഹി ഉദഞ്ചിതദ്യുതി. എത്രത്തോളം ഉയർന്നതായിട്ടുള്ള ഈ പ്രകാശത്തെയാണോ കൊടുക്കാൻ സാധിച്ചത് അത്രത്തോളം പ്രകാശത്തോട് കൂടിയിട്ടാണ് 8 കൈകളോട് കൂടിയിട്ട് ഭഗവാൻ കാരുണ്യവാനായിട്ട് കൃപാബലേനയവ പ്രചേതസ്സുകളെ അനുഗ്രഹിക്കണമെന്ന് പൂർണ്ണ ബോധ്യത്തോടു കൂടിയിട്ട് പ്രചേതസാം പുരഃ പ്രചേതസ്സുകൾക്ക് മുമ്പിൽ എന്താ ചെയ്തത്? പ്രകാശം ആഗാഹ. സൂര്യൻ ഉദിച്ചു വന്ന പ്രകാശം എങ്ങനെയാണ് കാണുന്നത് അതേപോലെ ഭഗവാനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ ഈ ദിവ്യമായിട്ടുള്ള ജ്ഞാനപ്രകാശത്തെ ഉയർത്താൻ സാധിച്ചു, ഉണ്ടാക്കാൻ സാധിച്ചു. അത് ഭഗവാൻ കൊടുത്തു. കൃപാബലേന ഏവ തതഃ പ്രചേതസാം പ്രകാശം ആഗാഹ പദകേന്ദ്രവാഹനഃ വിരാജി ചക്രാദി വരായുധ അംശുഭി ഭുജാഭിഃ അഷ്ടാഭിഃ ഉദഞ്ചിതദ്യുതി. പദച്ഛേദം. പദകേന്ദ്രവാഹനഃ വിരാജി ചക്രാദി വരായുധാംശുഭി അഷ്ടാഭിഃ ഭുജാഭിഃ ഉദഞ്ചിതദ്യുതിഃ കൃപാബലേന ഏവ പ്രചേതസാം പുരഃ പ്രകാശം ആഗാഹ. അന്വയം. കൃപാബലേനൈവ തത പ്രചേതസാം പ്രകാശമാഗ പദകേന്ദ്രവാഹന വിരാജി ചക്രാദിവരായുധാംശുഭി ഭുജാഭിരഷ്ടാഭിരുദഞ്ചിതദ്യുതി. ഇനി 7ാമത്തെ ശ്ലോകം. പ്രചേതസാം താവദയാചതാമപി ത്വമേവ കാരുണ്യഭരാദ്വരാനദാ ഭവദ്വിചിന്താപി ശിവായ ദേഹിനാം ഭവത്വസൗ രുദ്രനുദിശ്ച കാമദാം. താവത് അതേ സമയത്ത് തന്നെ ത്വം ഏവ ഭഗവാൻ അപ്പോൾ എന്ത് ചെയ്തു? കാരുണ്യഭരാത് കാരുണ്യം കൊണ്ട് ഇവരോടുള്ള ഒരു സ്നേഹം, കാരുണ്യം, കൃപ, അതുകൊണ്ട് അയാചതാം ഒരു വരവും ചോദിച്ചില്ല ഇവരേട്ടോ. എന്നിട്ടും പ്രചേതസാം അഭി പ്രചേതസ്സുകൾക്കും വരാൻ അദാഹ പ്രചേതസ്സുകൾക്കും കൊടുത്തു. നാരദനെ പറഞ്ഞയച്ച് പ്രചേതസ്സുകളുടെ അച്ഛനായിട്ടുള്ള പ്രാചീന ബർഹിസനും കൊടുത്തു. പൃഥുവിൻ്റെ കുലത്തിൽപ്പെട്ടവരാണ്, അതുകൊണ്ടാണ്. ഭവദ്വിചിന്ത അഭി അങ്ങയെക്കുറിച്ചുള്ള ചിന്ത പോലും ദേഹിനാം ശിവായ ദേഹികൾക്ക് മംഗളത്തെ നൽകി കൊടുക്കും. വെറുതെ അല്ല പറഞ്ഞത്. നമ്മൾ ഭഗവത് സ്മരണയോട് കൂടിയിട്ട് കഷ്ണം നുറുക്കണം, കൂട്ടാൻ വെക്കണം. നമ്മൾ എന്ത് പണി ചെയ്യുമ്പോഴും നമ്മുടെ ശരീരവും മനസ്സും, മനസ്സ് ശുദ്ധമാകാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ശരീരം ശുദ്ധമല്ല എങ്കിൽ ഒന്നിങ്ങനെ മനസ്സിരുത്തണം. ബാക്കിയുള്ള ശുദ്ധി ഉണ്ട് എന്ന് ഉറപ്പാണെങ്കിൽ ആ സമയം മുഴുവൻ ഉറക്കത്തിലൊഴിച്ച് ബാക്കി എല്ലാ സമയത്തും ഭഗവത് സ്മരണയോട് കൂടിയിട്ട് നാമം ജപിക്കുക തന്നെ വേണം. ഈ ഭഗവത് സ്മരണ കൊണ്ട് എന്താ കിട്ടുക? ശിവായ ദേഹിനാം ദേഹം സ്വീകരിച്ച എല്ലാവർക്കും മംഗളത്തെ പ്രദാനം ചെയ്യും. വേറൊന്നും വേണ്ട. ഭഗവത് സ്മൃതി കൊണ്ട് അതാണ് സമ്പത്ത്. ഭഗവാനെ മറന്നാൽ അതാണ് ആപത്ത്. ഭവത് വിചിന്ത അഭിദേഹിനാം ശിവായ ഭവതി അസൗ രുദ്രനുദിഹി ച കാമദ. അസൗ ഈ പ്രചേതസ്സുകള് രുദ്രനുദിഹി ച രുദ്രനാൽ ഉപദേശിക്കപ്പെട്ടതായിട്ടുള്ള രുദ്രഗീതം കൊണ്ട്, ശിവാദേശം കൊണ്ട്, ശിവഗീതം കൊണ്ട്, യോഗാദേശം കൊണ്ട് ഭഗവാനെ നന്നായിട്ട് സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ കാമദ അഭീഷ്ടങ്ങളെല്ലാം പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള കാമദൻ ആയിട്ടുള്ള ഭഗവാൻ മുക്തിദനും കൂടിയാണ് കേട്ടോ. മുക്തിയും കൊടുത്തു. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ വൈകുണ്ഠത്തിലേക്ക് എത്തിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാമദൻ എന്നുള്ളത് ഇവിടെ പുത്രനെ വേണമെന്നാണ്. അപ്പോൾ പുത്രനെ കൊടുത്തു. 1,00,000 വർഷം രാജ്യം ഭരിച്ചതിൻ്റെ ശേഷം സുഖിച്ച് വന്നോളൂ എന്നാണ്. ചോദിക്കാണ്ട വരം കൊടുത്തതാ.
പ്രചേതസാം താവദയാചതാമപി ത്വമേവ കാരുണ്യഭരാദ്വരാനദാ ഭവദ്വിചിന്താപി ശിവായ ദേഹിനാം ഭവത്വസൗ രുദ്രനുദിശ്ച കാമദാം താവത് ത്വം ഏവ കാരുണ്യഭരാത് അയാചതാം പ്രചേതസാം അപി വരാൻ അദാഹ ഭവദ്വിചിന്താ അപി ദേഹിനാം ശിവായ ഭവതി അസൗ രുദ്രനുദിഃ ച കാമദാ. അന്വയം. പ്രചേതസാം താവത് അയാചതാം അപി ത്വം ഏവ കാരുണ്യഭരാത് വരാൻ അദാഹ ഭവത് വിചിന്താ അപി ശിവായ ദേഹിനാം ഭവതു അസൗ രുദ്രനുദിഃ ച കാമദാ. പദച്ഛേദം. പ്രചേതസാം താവത് അയാചതാമപി ത്വമേവ കാരുണ്യഭരാത് വരാനദാഹ ഭവദ്വിചിന്താപി ശിവായ ദേഹിനാം ഭവത്വസൗ രുദ്രനുദിശ്ച കാമദാ. ഭവദ്വിചിന്താപി ശിവായ ദേഹിനാം. മൂന്നാമത്തെ വരി അണ്ടർലൈൻ ചെയ്യുക. അത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യുക. ഇനി എട്ടാമത്തെ ശ്ലോകം. അവാപ്യകാന്താം തനയാം മഹീരുഹാം തയാ ആരമധ്വം ദശദക്ഷവത്സരീം സുതോസ്തു ദക്ഷോ നനു തൽക്ഷണാച്ചമാം പ്രയാസ്യധേതി ന്യഗതോ മുദൈവതാൻ. മഹീരുഹാം തനയാം കാന്താം അവാപ്യ തയാ ദശലക്ഷവത്സരീം ആരമധ്വം നനു ദക്ഷഃ സുതഃ അസ്തു തൽക്ഷണാത് മാം പ്രയാസ്യഥ ഇതി മുദ ഏവ താൻ ന്യഗത. ഇത് അന്വയം. മഹീരുഹാം. മഹീരുഹുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃക്ഷങ്ങൾ. ഭൂമിയിൽ മഹി എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. ഭൂമിയിൽ വളർന്നതായിട്ടുള്ള അതാണ് മഹീരുഹ. ഭൂമിയിൽ നിന്നും വളർന്നു വന്ന അതാണ് മഹീരുഹ. അതാണ് വൃക്ഷങ്ങൾ. തനയാം മഹീരുഹാം. ഇവിടെ ഭൂമിയിൽ നിന്നും വളർന്നു വന്ന ആ മരങ്ങളാൽ വളർത്തപ്പെട്ടതായിട്ടുള്ള തനയാം പുത്രിയെ കാന്താം. പ്രചേതസ്സുകൾക്ക് കാന്തയായിട്ട്, പ്രചേതസ്സുകൾക്ക് പത്നിയായിട്ട്. മഹീരുഹാം മഹീല് ഭൂമിയിൽ വളർന്നു വന്നതായിട്ടുള്ള മരങ്ങളാൽ വളർത്തിക്കൊണ്ടുവന്നതായിട്ടുള്ള ആ പുത്രിയെ പ്രചേതസ്സുകൾക്ക് പത്നിയായിട്ട് മഹീരുഹാം തനയാം കാന്താം അവാപ്യ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് കൊടുത്തു. മരങ്ങൾ തപസ് കഴിഞ്ഞ് വന്നപ്പോൾ പുറമെ ഒന്നും കാണാനില്ല, മൊത്തം മര. അപ്പോൾ അവർക്ക് വല്ലാത്തൊരു വിഷമായി. ഇങ്ങനെ ഭൂമിയിലേക്ക് കടക്കാൻ നിർത്തിയില്ല, അത്ര മരം. അപ്പോൾ ഉള്ളിൽ നിന്നുള്ള തീയും വായുവും കൂടിയിട്ട് ഒന്ന് പുറമേക്ക് അങ്ങോട്ട് ഊതി. തീക്കാറ്റ്. ആ തീക്കാറ്റ് കൊണ്ട് മരങ്ങൾ ഇങ്ങനെ കത്താൻ തുടങ്ങി. അപ്പോൾ ബ്രഹ്മാവ് വന്ന് പറഞ്ഞു, കുട്ടികളെ ഇങ്ങനെ മരങ്ങൾ കത്തിക്കരുത്, മരം ഈ ജീവജാലങ്ങൾക്കുള്ള ആഹാരമാണ്, അപ്പോൾ മരത്തെ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞു. ഓ ശരി, വേണ്ട, ഞങ്ങൾക്ക് കിടക്കാനുള്ള വഴി വേണം, അത്രയും ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറഞ്ഞു. ആ സാരമില്ല. കാട് കത്തിക്കൽ നിർത്തി കഴിഞ്ഞപ്പോൾ കാടിൻ്റെ മകളായിട്ടുള്ള ഈ കുട്ടിയെ, അതൊരു അപ്സരസിൻ്റെ ഒരു ഗന്ധർവൻ്റെ മക്കളാണ്. കണ്ടു മഹർഷിക്ക് പ്രമ്ലോജ എന്നുള്ള ഒരു അപ്സര സ്ത്രീയിൽ ഉണ്ടായിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയെ തിരിച്ച് ഇവിടെ വളർത്തി, ചന്ദ്രൻ വളർത്തി. ചന്ദ്രൻ്റെ സംരക്ഷണയാണ്, വൃക്ഷങ്ങളാണ് വളർത്തിയത്. മാരിഷ എന്ന് പേര്. ആ മാരിഷയെ ഈ പ്രചേതസ്സുകൾക്ക് പത്നിയായിട്ട് കൊടുത്തു. അത് ഭഗവാന്റെ ഇച്ഛയാണ്, ഭഗവാന്റെ ആജ്ഞയാണ്. ഇങ്ങനെ സ്വീകരിച്ചോളൂ കേട്ടോ, അവർ കൊണ്ടുവന്ന് തരും കേട്ടോ എന്നെല്ലാം പറഞ്ഞിട്ടാണ്. മഹീരുഹാം തനയാം കാന്താം അവാപ്യ. ഇങ്ങനെ ആ മാരിഷയെ ഈ വാർക്ഷി വൃക്ഷങ്ങൾ വളർത്തിയതായിട്ടുള്ള ഈ കണ്ടുവിൻ്റെ പ്രംലോജയിലുണ്ടായതായിട്ടുള്ള ഈ കുട്ടി, ഈ മാരിഷ അല്ലെങ്കിൽ വാർക്ഷി വൃക്ഷങ്ങൾ വളർത്തിയതായിട്ടുള്ള കുട്ടി പത്നിയായിട്ട് പ്രചേതസ്സുകൾക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ തയാ ആ മാരിഷയോടൊത്ത് ദശലക്ഷവത്സരീം 10 ലക്ഷം വർഷം ആരമധ്വം നനു സുഖമായിട്ട് തന്നെ അവർ വസിച്ചു. ഇവിടെ 10 ലക്ഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ലക്ഷവർഷം എന്നാണ് പറയാറ്. ദശലക്ഷവർഷം ദശലക്ഷവത്സരീം എന്ന് രണ്ടാമത്തെ വരിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10 ലക്ഷം വർഷം ആരമധ്വം, രമധ്വം എന്നേ വേണ്ടു,
ആരമധ്വം നന്നായിട്ട് തന്നെ സുഖിച്ചു, സന്തോഷിപ്പിച്ചു. അങ്ങനെ ജീവിച്ചോളൂ എന്ന് ഭഗവാന്റെ ഒരു ആജ്ഞയാണ്. അതൊരു അനുഗ്രഹമാണ്, വരാണ്. അപ്പം അതിനെ സ്വീകരിച്ച് ദക്ഷ, ആ ദക്ഷൻ, സുതഹ, ദക്ഷൻ എന്നുള്ള ഉണ്ണി മകനായിട്ട് കിട്ടി. അസ്തു, ഉണ്ടാവട്ടെ, ഉണ്ടാവും ട്ടോ എന്ന അനുഗ്രഹമാണ്, വരമാണ്. തൽക്ഷണാത്, അതിനുശേഷം, അപ്പോൾ തന്നെ എന്നുള്ള അർത്ഥത്തിലല്ല, അതിനുശേഷം പിന്നെ താമസിക്കണ്ട. ഈ ഉണ്ണിക്ക് ഒരു 16 വയസ്സായതിന് ശേഷം രാജാവായിട്ട് അഭിഷേകം ചെയ്തതിന് ശേഷം വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു ഉത്തരവാദിത്വമൊക്കെ വേണം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10 ലക്ഷം വർഷം ഭരിക്കുക, അതിന് ശേഷം ഒരു 16 വർഷം കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സാരമില്ല. അപ്പോൾ അത്രേ വേണ്ടൂ. അത് ചെയ്തതിന് ശേഷം മാം പ്രയാസ്യഥ, എന്നെ നിങ്ങൾ പ്രാപിക്കുക തന്നെ ചെയ്യും, നിർബന്ധ, ഇത് സംഭവിച്ചിരിക്കും, അതിന് മാറ്റമൊന്നുമില്ല. ഇതി മുദായേവ, ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ താൻ ന്യഗത, അവരോട് ഭഗവാൻ പറഞ്ഞു. അവാപ്യകാന്താം തനയാം മഹീരുഹാം തയാ ആരമധ്വം ദശലക്ഷവത്സരീം സുതഃ അസ്തു ദക്ഷോ നനു തത് ക്ഷണാത് ച മാം പ്രയാസ്യഥ ഇതി ന്യഗതോ മുദാ ഏവ താൻ പദച്ഛേദം. മഹീരുഹാം തനയാം കാന്താം അവാപ്യ തയാ ദശലക്ഷവത്സരീം ആരമധ്വം തനു ദക്ഷഃ സുതഃ അസ്തു തൽ ക്ഷണാത് മാം പ്രയാസ്യഥ ഇതി മുദാ ഏവ താൻ ന്യഗതഃ. അത് അന്വയം. അവാപ്യ കാന്താം തനയാം മഹീരുഹാം തയാ ആരമധ്വം ദശലക്ഷവത്സരീം സുതോസ്തു ദക്ഷോ നനു തൽ ക്ഷണാച്ച മാം പ്രയാസ്യഥേതി ന്യഗതോ മുദൈവ താൻ. ഇങ്ങനെ കണ്ടു പ്രമ്ലോച വളർത്തിയത് മാരിഷയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അനുഗ്രഹിച്ചു. ഇത് ചന്ദ്രനാണ് വളർത്തിയത്. അമൃത് കഴിച്ചത് കൊണ്ട് അവിടെ മരണമില്ലാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് 10 ലക്ഷം വർഷമൊക്കെ പത്നിയായിട്ട് കൂടെ നിൽക്കാൻ സാധിച്ചത്. വൃക്ഷകന്യക ഈ ഭഗവാന്റെ തന്നെ ഇഷ്ടപ്രകാരം ഈ മാരിഷ, വാർക്ഷി പ്രചേതസ്സുകൾക്ക് പത്നിയായിട്ട് അതിലെ ഏറ്റവും ഒടുക്കം ദക്ഷൻ ആ ദക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവർ മുക്തി നേടുകയും ചെയ്തു. അത് ഭഗവാന്റെ വരമായിട്ട് പ്രകാരത്തിൽ അവിടെ പറഞ്ഞു വെച്ചു. ഇനി 9ാമത്തെ ശ്ലോകം. തതശ്ചതേ ഭൂതലരോധിനസ്തരുൻ ക്രുധാ ദഹന്തോ ദ്രുഹിണേന വാരിത ദ്രുമൈശ്ച ദത്താം തനയാം അവാപ്യതാം ത്വദുക്തകാലം സുഖിനോഭിരേമിരേ. ഭഗവാൻ കൊടുത്തതായിട്ടുള്ള വരം അതേപോലെ നടപ്പാക്കി എന്ന് പറയാണ് ഈ ശ്ലോകം കൊണ്ട്. തതഃ ഭൂതലരോധിനഃ തരൂൻ ക്രുധാ ദഹന്തഃ ദ്രുഹിണേന വാരിതാഃ ച തേ ച ദ്രുമൈഃ ദത്താം താം തനയാം അവാപ്യ ത്വത് ഉക്തകാലം സുഖിനഃ അഭിരേമിരേ. ഭഗവാൻ എന്തൊക്കെയാണോ വരായിട്ട് കൊടുത്തത് അത് മുഴുവൻ അതേപോലെ ചെയ്തു. തതഃ, അതിനുശേഷം ഭൂതലരോധിനഃ, ഭൂമിയിൽ നിറഞ്ഞ് അങ്ങോട്ട് പടർന്ന് നിൽക്കുകയാണ് വൃക്ഷങ്ങൾ. ഭൂതലരോധിനഃ തരൂൻ, സസ്യലതാദികൾ. അവിടെ വൃക്ഷങ്ങളെന്ന് മാത്രമല്ല, സസ്യലതാദികൾ, പുല്ല് തൊട്ട് വലിയ മരങ്ങൾ വരെയുള്ള 6 തരത്തിൽപ്പെട്ടതായിട്ടുള്ള സസ്യജാലം കണ്ട് എങ്ങനെയാണ് ഭൂതലരോധിന ആയിട്ടാണ് നിൽക്കുന്നത്. ഭൂമി കാണാനില്ല, അത്രയും തിങ്ങി നിൽക്കുക. അപ്പോൾ ഈ പ്രചേതസ്സുകൾക്ക് ക്രുധ, കോപം വന്നു. അപ്പോൾ ദഹന്തഹ, എങ്ങനെയാ ദഹിപ്പിച്ചത്? എങ്ങനെയാ? വായിൽ നിന്ന് തീക്കാറ്റുണ്ടായിരുന്ന, കാറ്റും തീയും കൂടി ഒരുമിച്ച് പുറത്തേക്ക് വന്നു. ദ്രുഹിണേന, ആ സമയത്ത് ക്രുധ ദഹന്തഹ, ഈ മരങ്ങളെങ്ങനെ ദഹിപ്പിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ദ്രുഹിണേന, ബ്രഹ്മാവ് ആ സമയത്ത് അവിടെ വന്നു. എന്നിട്ടോ വാരിദാഹാച്ച, തടുത്തു, ഇങ്ങനെ കാട് കത്തിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. തേച്ച, ആ പ്രചേതസ്സുകളാവട്ടെ ദ്രുമൈഹി, കാട് കത്തിക്കൽ നിർത്തി. അപ്പോൾ വൃക്ഷങ്ങൾക്ക് സന്തോഷമായി. അവർ ദ്രുമൈഹീച്ച, ആ മരങ്ങളാവട്ടെ ദത്താം താം തനയാം, അവരുടേതായിട്ടുള്ള പുത്രിയെ ഈ പ്രചേതസ്സുകൾക്ക് നൽകി. കന്യാദാനമായിട്ട് കൊടുത്തു, അതായത് പത്നിയായിട്ട് കൊടുത്തു. ആ മാരിഷയെ അവാപ്യ, ആ മാരിഷയെ സ്വീകരിച്ചിട്ട് ത്വത് ഉക്തകാലം, ഭഗവാൻ എത്ര കാലമാണോ പറഞ്ഞത്, 10 ലക്ഷം വർഷം വെച്ചാൽ 10 ലക്ഷം വർഷം സുഖമായിട്ട്, സുഖിനഹ അഭിരേമിരേ, നന്നായിട്ട് രമിച്ചു. തതഃ ച തേ ഭൂതലരോധിനഃ തരൂൻ ക്രുധ ദഹന്തഃ ദ്രുഹിണേന വാരിതാഃ. ദ്രുഹിണൻ എന്ന് പറഞ്ഞാൽ അവിടെ ബ്രഹ്മാവ്. ദ്രുമൈഹി ച ദത്താം തനയാം അവാപ്യ താം ത്വത് ഉക്തകാലം, അവിടെ ഭഗവാനാൽ പറഞ്ഞ അത്രയും കാലം സുഖിനഹ അഭിരേമിരേ, നന്നായിട്ട് തന്നെ സുഖിച്ച് അവിടെ കഴിച്ചുകൂട്ടി.
തതശ്ച തേ ഭൂതലരോധിനസ്തരൂൻ ക്രുധാ ദഹന്തോ ദ്രുഹിണേന വാരിതാ ദ്രുമൈശ്ച ദത്താം തനയാമവാപ്യതാം ത്വദുക്തകാലം സുഖിനോഭിരേമിരേ. ഇനി 10ാമത്തെ ശ്ലോകം. അവാപ്യദക്ഷം ച സുതം കൃതാധ്വരാ പ്രചേതസോ നാരദലബ്ധയാ ധിയാ അവാപുരാനന്ദപദം തഥാവിധസ്ത്വമീശവാതാലയനാഥ പാഹി മാം. മേൽപ്പത്തൂര് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. പ്രചേതസഹ ദക്ഷം സുതം അവാപ്യ. പ്രചേതസ്സുകള് ദക്ഷനെ പുത്രനായിട്ട് കിട്ടിയിട്ട് കൃതാധ്വരാഹ അനവധി യാഗങ്ങളെല്ലാം നടത്തിക്കൊണ്ട് നാരദലബ്ധയ നാരദനിൽ നിന്നും ഉപദേശം കിട്ടിയ ശേഷം ഉപദേശരൂപേണ ലഭിക്കപ്പെട്ടതായിട്ടുള്ള ധിയ ആ ബ്രഹ്മത്തിലേക്ക് തന്നെ ലയിക്കണമെന്നുള്ള ബ്രാഹ്മണ ബുദ്ധി ലഭിച്ചതുകൊണ്ട് ആനന്ദപദം പരമാനന്ദത്തെ അഥവാ മുക്തിപദത്തെ അവാപു പ്രാപിച്ചു. ഹേ വാതാലയനാഥ ഈശ്വര ഈശ തഥാവിധ അങ്ങനെയുള്ള ത്വം മാം പാഹി അങ്ങ് എന്നെ പാലിച്ചാലും രക്ഷിച്ചാലും. പ്രചേതസ്സുകള് ഈ ദക്ഷനെ ഇങ്ങനെ 10 ലക്ഷം വർഷം കഴിഞ്ഞപ്പോൾ ദക്ഷനെ പുത്രനായിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ സമയത്ത് ഈ ഒടുക്കം ഒരു യാഗം ചെയ്യാനുണ്ട്. ആ യാഗം ചെയ്തതിന് ശേഷം വാനപ്രസ്ഥം സ്വീകരിച്ച് കാട്ടിലെത്തിയപ്പോഴാണ് ഈ യോഗാദേശം എന്നുള്ള മന്ത്രം മറന്നുപോയി. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴേക്കും നാരദൻ അവിടെ എത്തി. നാരദൻ വേഗം ആ ശിവൻ പറഞ്ഞു കൊടുത്തായിട്ടുള്ള മന്ത്രത്തെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഓർമ്മിപ്പിച്ചു കൊടുത്തു. അത് ഓർമ്മിപ്പിച്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ സച്ചിദാനന്ദം ലഭിച്ചു അവർക്ക്. കാരണം ഇത്രയും കാലം ജപിച്ചതല്ലേ, 10,000 വർഷം, അത് വെള്ളത്തിൻ്റെ ഉള്ളിൽ കിടന്നിട്ട്. അത് ഓർമ്മ വന്നു കഴിഞ്ഞപ്പോൾ വലിയ സന്തോഷമായി. പിന്നെ ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാനെ കണ്ടത്, ഇത്രയും കാലം ജീവിച്ചത്, ഈ സുഖം. അവിടെ സുഖം എന്നുള്ളത് ദേഹസുഖമല്ല, അവിടെ ഒരു സച്ചിദാനന്ദമാണ്. ചാരിതാർത്ഥ്യത്തോട് കൂടിയിട്ട് അതിനെ സ്മരിച്ചു, അത്രയേ ഉള്ളൂ. ഞാനല്ല സുഖിച്ചത്, എന്നെ കൊണ്ട് ഭഗവാൻ സുഖിപ്പിച്ചതാ. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഓർത്തു കഴിഞ്ഞപ്പോൾ സച്ചിദാനന്ദത്തെ അവർക്ക് കിട്ടി. അവർ ആ ഭഗവാനിൽ ലയിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗത്തെ സ്വീകരിച്ചു. നാരദൻ എന്താണോ പറഞ്ഞു വെച്ചാൽ അത് അനുസരിച്ച് ജീവിച്ചപ്പോൾ അങ്ങനെ അവർ മുക്തി പ്രാപിച്ചു. അല്ലയോ ഭഗവാനെ, അതേപോലെ തന്നെ അങ്ങ് എന്നെയും ഇതേപോലെ രക്ഷിക്കണമേ. മേൽപ്പത്തൂര് ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഗുരുവായൂർ അമ്പലത്തിൽ ഇരുന്നിട്ട് പ്രാർത്ഥിച്ചു. അവാപ്യ ദക്ഷം ച സുതം കൃത അധ്വരാഹ പ്രചേതസഃ നാരദലബ്ധയാ ധിയാ അവാപുഹു ആനന്ദപദം തഥാവിധഃ ത്വം ഈശ പാതാലയനാഥ പാഹി മാം. പ്രചേതസഃ ദക്ഷം സുതം അവാപ്യ കൃത അധ്വരാഹ നാരദലബ്ധയാ ധിയാ ആനന്ദപദം അവാപു. ഹേ വാതാലയനാഥ ഈശ തഥാവിധഃ ത്വം മാം പാഹി. അവാപ്യദക്ഷം ച സുതം കൃതാധ്വരാ പ്രചേതസോ നാരദലബ്ധയാ ധിയാ അവാപുരാനന്ദപദം തഥാവിധസ്ത്വമീശവാതാലയനാഥ പാഹി മാം. ഇങ്ങനെ ഗൃഹസ്ഥധർമ്മം അനുസരിച്ച് ജീവിച്ചിട്ട് അതിൽ സച്ചിദാനന്ദത്തെ അനുഭവിച്ചതായിട്ടുള്ള ഈ മിഥില രാജാക്കന്മാർ അങ്ങനെ രാജർഷിമാരായിട്ട് ജീവിച്ചു എന്നാണ് പറയാറ്. അങ്ങനെ അനവധി രാജാക്കന്മാർ ജീവിച്ചിട്ടുണ്ട്. ഈ പ്രചേതസ്സുകളും അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. അയോധ്യ രാജാക്കന്മാർ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. യുധിഷ്ഠിര രാജാവും അങ്ങനെ തന്നെയാണ്. അങ്ങനെ പലരും അംബരീഷിനെ പറ്റിയൊക്കെ നമ്മൾ പറയാറില്ലേ. മനുപുത്രന്മാരായാലും മനുപുത്രൻ്റെ വംശപരമ്പരയിൽപ്പെട്ട രാജാക്കന്മാരായാലും ഭക്തന്മാരായ പലരും ഇതേപോലെ ഗൃഹസ്ഥധർമ്മം സ്വീകരിച്ചുകൊണ്ട് രാജർഷിമാരായിട്ട് മുക്തി നേടിയവരാണ്. അപ്പോൾ മിഥില രാജാക്കന്മാർ മാത്രമല്ല, രാജർഷിമാർ ധാരാളം ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഒരേപോലെ പറ്റുമോ നിശ്ചയില്ല. പറ്റിയതായിട്ടുള്ള അനവധി ഭക്തന്മാരായിട്ടുള്ള രാജാക്കന്മാരുടെ കഥകൾ ഭാഗവതത്തിലുണ്ട്. ഒന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുക, അത്രേ വേണ്ടു. അപ്പോൾ നമ്മളൊക്കെ സ്വതേ രാജാക്കന്മാരാണ്. നമ്മുടെ ജീവിതം നമ്മൾ സന്തോഷിക്കുക എന്ന അവസ്ഥയെ സ്വീകരിക്കുന്നുണ്ട്. ഈ ഭൗതികമായിട്ടുള്ള വസ്തുക്കളുടെ ഉപയോഗത്തെ അനുഭവിച്ചുകൊണ്ട്, ഉപയോഗം കൊണ്ടൊരു സുഖത്തെ നമ്മൾ നേടുന്നുണ്ട്. ആ സുഖമാണ് ഈ രാജാവ് എന്നുള്ളൊരവസ്ഥ. രഞ്ജിപ്പിക്കുക. ചായ കുടിക്കുന്നു, അതൊരു സുഖമാണ്. ഊണ് കഴിക്കുന്നു, അതൊരു സുഖമാണ്. ഉറങ്ങണു, നന്നായിട്ട് ഉറങ്ങണേ,
ആഹാരം, അതേപോലെ സ്നാനാദികൾ. വേണ്ട സമയത്ത് വെള്ളം കിട്ടിയില്ല വെച്ചാൽ, കുളിക്കാൻ പറ്റിയില്ല വെച്ചാൽ പ്രശ്നമാണ് നമുക്കൊക്കെ. ആഹാര, നീഹാരം, നിദ്ര, വിഹാരം. നമ്മൾ എവിടെയൊക്കെയാണോ ചെല്ലണത് വെച്ചാൽ അവിടെ നമ്മെ സ്വീകരിക്കുക, നമ്മുടെ കാര്യങ്ങളെ നടത്തുക, നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുക. അത് നമുക്ക് സാധ്യമായി കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം നടന്നു. അത് നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് നിരാശയാണ്. ആ നിരാശയിൽ നിന്ന് മുക്തി നേടാൻ മറ്റെന്തോ തടസ്സമുണ്ടല്ലോ, ആ തടസ്സത്തെ തീർക്കാൻ വേണ്ടിയിട്ട് ഭഗവത് ഉപാസന ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം തേവാരം മുടങ്ങിക്കഴിഞ്ഞാൽ മത്സ്യം വെള്ളത്തിൽ നിന്ന് പുറത്തേക്കിട്ട പെടയണ പോലെ മനസ്സ് പെടയണം. അങ്ങനെ ശീലമായിട്ട് വരണം. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആദിത്യം, അംബികാം, വിഷ്ണു, ഗണനാഥം, മഹേശ്വരം, വന്യം ച ചെയ്യുക തന്നെ വേണം. പഞ്ചയജ്ഞങ്ങൾ ചെയ്യണം. പുരാണ പാരായണങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. അതിനു വേണ്ടിയിട്ട് 1 മണിക്കൂർ മാറ്റിവെക്കണം. ശരീര മനഃശുദ്ധിക്ക് വേണ്ടിയിട്ട് ഉപാസനയും ആഹാര സ്വീകാരങ്ങളും സാത്വിക ഭാവത്തോടു കൂടി തന്നെ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെ എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാതെ കണ്ട സാത്വിക ഭാവം വരും. സർവഭൂതഹിതേ രഥാഹ ആയിട്ട് ജീവിക്കാൻ സാധിക്കും. ഭഗവാൻ നമ്മെ മുക്തി മാർഗത്തിലേക്ക്, ശിവമാർഗത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. അതിന് നേരിട്ട് ഭഗവാൻ വരുമോ, മഹാദേവനെ പറഞ്ഞയക്കുകയോ, അതൊന്നും നമുക്കറിയില്ല. സത്സംഗം നമുക്ക് ലഭിക്കും. സാത്വികരായിട്ട് ജീവിച്ച് മുക്തി നേടുക തന്നെ ചെയ്യും. അതിന് ഈ നാരായണീയ പാരായണ, ശ്രവണം, അനുസ്മരണം ഉപകാരപ്രദമാകട്ടെ. കുട്ടികൾക്ക് ഇത് കേൾപ്പിച്ചു കൊടുക്കണം. അവരെ കൊണ്ട് നിർബന്ധമായിട്ട് ഇത് കേൾപ്പിക്കണം എന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കണം. ഇതിൽ ഒരു താല്പര്യമുണ്ടാകുവാൻ വേണ്ടിയിട്ട് ഇത് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭാവി തലമുറയ്ക്കും ഇത് ഉപകാരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ നാരായണ നാരായണ.